ഡോക്ടർക്കുള്ള ചാർജ് കൊടുക്കണ്ട. ഒരു ചാർജ് കൊടുക്കാതെ കഴിച്ചിട്ടാവുമെന്ന് അപ്പൊ നോക്കേണ്ടത്. സംഗതി നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും സംഗതി യാഥാർത്ഥ്യമാണെങ്കിൽ നമുക്ക് ചെലവില്ലാതെ കഴിയുന്ന എന്തെങ്കിലും പരിപാടികൾ അവരെ കൊണ്ട് സാധിക്കുമെന്നാണ് അയാൾ ചോദിക്കുന്നത്. ഇരിക്കട്ടെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇയാള് തന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്താണ്? ജിന്ന്, പിശാച് എന്നീ സാധനങ്ങൾ ഇല്ലാന്നാ. ഇയാളുടെ വാദം എന്താണെന്നറിയോ? എപ്പോഴും ഇയാൾ മടവൂർ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. മുജാഹിദുകൾ രണ്ട് ഭാഗമാണ്, അതാദ്യം മനസ്സിലാക്കണം. അതിൽ മടവൂർ ഗ്രൂപ്പിന്റെ നേതാവായിട്ടാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. പക്ഷേ മറ്റേ പക്ഷത്തുള്ള ആളുകളൊക്കെയും ഇയാളുടെ ശിഷ്യന്മാരാണ് താനും. ആ സമയത്ത് ഇയാൾക്ക് ഇപ്പോഴും പിശാചി എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നുള്ള. അപ്പൊ ജനങ്ങൾ ചോദിച്ചു, അല്ല മൗലവി, എന്തേ? നമ്മൾ കക്കൂസിലേക്ക് കടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ചൊല്ലാൻ ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓ, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആൺപിശാചും പെൺപിശാചും ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ഓ, ഡക്ക് ഉടനെ മറുപടി ഹദീസ് പഠിച്ചതല്ലേ? അല്ല കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കക്കൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ആരാ കൂടുതൽ ഇട്ടാല്? കൊതുക. അതിന് ആൺകൊതു പെൺകൊതു എന്നാണ് ഇതിന്റെ അർത്ഥം. ആൺപിശാജ് പെൺപിശാജല്ല. അവിടെ അതല്ല ഉണ്ടാകല്. അവിടെ ആൺകൊതും പെൺകൊതുമാണ് അവിടെ ഉണ്ടാകല്. പിന്നെ ഒരാൾ ചോദിച്ചു, അല്ല വുളു എടുക്കുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അത് പറഞ്ഞിട്ടുണ്ട്. അതിന് നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൂക്കിന്റെ അങ്ങേ അറ്റത്ത് പിശാചി രാപ്പാർക്കും എന്നുണ്ട്. ഇയാള് പറഞ്ഞു, മക്കളെ അത് പിശാചല്ല. മൂക്കിൽ സാധാരണ എന്താണ് ഉണ്ടാകല്? മൂക്കട്ടയല്ലേ? അതാണാ പറഞ്ഞത്. ശൈത്താൻ എന്നല്ല അതിന്റെ അർത്ഥം. ശൈത്താൻ എന്ന് അവിടെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ അർത്ഥം മൂക്കട്ടായ നാട്. ഈ നിലയിൽ വ്യാഖ്യാനിച്ച മഹാവീരനാണ് ഇയാള്. നോക്കണികള്. അപ്പൊ തിരിച്ചയാളോട് ചോദ്യം, അല്ല മൗലവി, മൂക്കിലെ അശ്ലീലമായ വസ്തുക്കളും മ്ലേച്ഛതകളും നീക്കാൻ വേണ്ടി വുദൂഇന്റെ വെള്ളം മാത്രം ഉപയോഗിച്ചാലേ പോകൂ. സാധാരണ മറ്റ് വെള്ളങ്ങൾ എടുത്ത് ഉപയോഗിച്ചാൽ അത് പോകില്ലേ? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിന് അർത്ഥമില്ലെന്നല്ലേ? പക്ഷേ നബി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അത് യഥാർത്ഥത്തിലുള്ള പിശാചാട്. ആ പിശാചിനെ മൂക്കിൽ നിന്ന് ഇറക്കി വിടണമെങ്കിൽ സാധാരണ നമ്മുടെ വെള്ളം ഉപയോഗിച്ചാൽ പറ്റില്ല. ഒരു പുണ്യവെള്ളം തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് ആ വുളൂഇന്റെ വെള്ളം തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. വുളൂഇന്റെ കരുത്തോടുകൂടെ ചെയ്യുമ്പോൾ ആ വെള്ളത്തിന് സാധാരണ വെള്ളത്തിന്റെ സ്വഭാവമല്ല ഉണ്ടാകുന്നത്. അതിന് പ്രത്യേകമായ ഒരു സ്വഭാവം അല്ലാഹു നൽകുകയാണ്. അതുകൊണ്ടാണല്ലോ വുളൂ എടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഒരല്പം കുടിക്കൽ സുന്നത്തുണ്ടെന്ന് പറഞ്ഞത്. സാധാരണ പച്ചവെള്ളം കുടിക്കൽ സുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വുളൂ എടുക്കുമ്പോൾ അതിൽ നിന്ന് അവശേഷിക്കുന്ന വെള്ളം ഒരല്പം കുടിക്കൽ സുന്നത്താണ്. അപ്പൊ ആ വെള്ളത്തിനിക്ക് പുണ്യമുണ്ട്.